സംസ്ഥാനത്തെ എക്സൈസ് മൈനർ ചെക്ക് പോസ്റ്റുകളിൽ ഉദ്യോഗസ്ഥ ക്ഷാമം. ഒരു ദിവസം ഡ്യൂട്ടിക്കുള്ളത് ഒരു സിവിൽ എക്സൈസ് ഓഫീസർ മാത്രം. ഇൻസ്പെക്ടർമാരും ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിക്കില്ല. VS അനുരാഗ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. VS അനുരാഗ്, ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ. ആ തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നടത്തുന്നു. പക്ഷേ പരിശോധനയ്ക്ക് ആളില്ല എന്നതാണ് സ്ഥിതി. തീർച്ചയായും രുചീഷ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അതിർത്തി പ്രദേശങ്ങളിലെ ഇടറോഡുകളിലാണ് ഇത്തരത്തിൽ മൈനർ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ നേരത്തെ 4 ഉദ്യോഗസ്ഥർ, 4 സിവിൽ എക്സൈസ് ഓഫീസർമാർ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നതാണ്. ഇതിനിടയിലാണ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് കെമു എന്ന സംവിധാനം ആരംഭിച്ചത്. അപ്പോഴാണ് ഈ മൈനർ ചെക്ക് പോസ്റ്റുകളിലുള്ള ഉദ്യോഗസ്ഥരെ കെമുവിലേക്ക് നിയമിച്ചത്. അതോടെയാണ് താളം തെറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംവിധാനം, ഈ ചെക്ക് പോസ്റ്റുകളിലൂടെ നിരവധി വാഹനങ്ങൾ മേജർ ചെക്ക് പോസ്റ്റുകൾ എന്ന പോലെ തന്നെ കടന്നു പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു വാഹനം പരിശോധനയ്ക്ക് വിധേയമാവുകയാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് അവിടെ ഉള്ളത്. ആ ഉദ്യോഗസ്ഥൻ അത് പരിശോധിച്ച് കഴിയുന്നതിന് മുൻപ് തന്നെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന സാഹചര്യമാണ് ഇവിടങ്ങളിലുള്ളത്. പ്രധാന ചെക്ക് പോസ്റ്റ് പോലെ തന്നെ ഇടറോഡുകളിൽ കൂടെ തന്നെയാണ് പ്രധാനമായും ലഹരിക്കടത്ത് ഉണ്ടാകുന്നത് എന്നത് പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ വിഷയം എത്രയും വേഗം പരിഹരിക്കേണ്ടതാണ്. കാരണം ഇതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ഇൻസ്പെക്ടർ തസ്തികയിൽ ഇവിടെ ചെക്ക് പോസ്റ്റുകളിൽ ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു കേസ് ചെക്ക് പോസ്റ്റിൽ എടുക്കണമെങ്കിൽ ഇൻസ്പെക്ടർ ഉണ്ടാകണമെന്നുള്ളതാണ് ചട്ടം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കേസ് കണ്ടെത്തിയാൽ പോലും കേസ് എടുക്കണമെങ്കിൽ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ എത്തേണ്ടതാണ്. അതുവരെ ആ പ്രതിയെ അവിടെ സൂക്ഷിക്കേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ഇത് വലിയ ഒരു ഗൗരവ സാഹചര്യം തന്നെയാണ്. കാരണം രുചീഷ് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനം ലഹരിക്കെതിരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം മേജർ ചെക്ക് പോസ്റ്റുകളായ സംസ്ഥാനത്തെ മേജർ ചെക്ക് പോസ്റ്റുകളായ അമരവളയിലായാലും അല്ലെങ്കിൽ വാളയാറിലായാലും അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. അവിടെയും ഈ ഇതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വലിയ ക്ഷാമം ഉണ്ട് എന്നുള്ളതാണ് പരാതി ഉയരുന്നത്. എന്തായാലും ഈ ആളക്ഷാമം എന്തായാലും കുറയ്ക്കേണ്ടതാണ് എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു വെക്കുന്നത്. കാരണം ലഹരി കടത്ത് വ്യാപകമായി തന്നെ ഉണ്ട്. അത് കൃത്യമായി പരിശോധിച്ച് കണ്ടെത്തണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ശരി അനുരാഗ്, എന്തായാലും സംസ്ഥാനത്തെ എക്സൈസ് മൈനർ ചെക്ക് പോസ്റ്റുകളിൽ ഉദ്യോഗസ്ഥ ക്ഷാമം എന്ന വാർത്തയാണ് വരുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് പരിശോധനയ്ക്ക് ഉള്ളത്. VS അനുരാഗാണ് വിവരങ്ങൾ നൽകിയത്.